നമസ്തേ. ഈ സാക്ഷരതാ മിഷൻ്റെ ഹിന്ദി ക്ലാസ്സിൻ്റെ 5ാമത്തെ പാഠം +2 തുല്യതാ ക്ലാസ്സിൻ്റെ 5ാമത്തെ പാഠമായ ഒരു കവിതയാണ് ഇപ്പോൾ ഹിന്ദി ട്യൂട്ടോറിയൽ ക്ലാസ്സായിട്ട് ഞാൻ എടുക്കുന്നത്. കവിതയുടെ പേര് സ്ത്രീ കാ സോച്ന ഏകാന്ത് ഹൈ എന്നാണ്. ഈ പ്രാവശ്യത്തെ പരീക്ഷയിൽ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് നിശ്ചയിച്ചിട്ടുള്ള ഏരിയയിൽ ഈ പാഠവും കൂടെ വളരെ ഇമ്പോർട്ടൻ്റോടുകൂടി കേരള സർക്കാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കവിതയും കൂടി ഇത്രയും വേഗം ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് അയച്ചു തരുന്നത്. ഈ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൽ ഞാനിത് അമ്പലപ്പുഴയിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിലും കേരളത്തിൻ്റെ നിരവധി പ്രദേശത്തു നിന്നുള്ള സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഈ ചാനലിലുള്ളത് കൊണ്ട് അവരുടെ ആവശ്യപ്രകാരമാണ് 1-2 ക്ലാസ് അടുപ്പിച്ച് ചെയ്യുന്നത്. അതും കൂടെ നിങ്ങളെ അറിയിക്കാം. പരീക്ഷ മെയ് 3-ാം തീയതി നടക്കും എന്നാണ് ഇപ്പോഴത്തെ അറിയിപ്പ്. മാറ്റമൊന്നുമില്ല. അപ്പം ഈ പാഠവും കൂടെ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിടുകയാണ് യൂട്യൂബിൽ. ആവശ്യക്കാർക്ക് ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 5ാമത്തെ ചാപ്റ്ററാണ് സ്ത്രീ കാ സോച്ന ഏകാന്ത് ഹൈ. ഇതൊരു കവയിത്രിയാണ്. കാത്യായനി എന്നാണ് പേര്. അപ്പോൾ ഒരു സ്ത്രീക്ക് മാത്രമേ, ഒരു കവയിത്രിക്ക് മാത്രമേ ഒരു സ്ത്രീയുടെ വേദനയെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്കിവിടെ കാണാനും പറ്റും. നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രൊഫൈൽ 5 മാർക്കിൻ്റെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഈ പ്രൊഫൈലിനെ നമുക്ക് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രൊഫൈൽ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് കവി പരിചയം നിങ്ങളെ കൊണ്ട് നടത്തിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് പാഠത്തിലോട്ട് പോകുന്നത്. കാത്യായനി का जन्म 9 मई 1959 1959 മെയ് 9-ാം തീയതി ഉത്തർപ്രദേശ് के गोरखपुर में हुआ था. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് കാത്യായനി ജനിച്ചിരിക്കുന്നത്. നാരി വിമർശ് की कवयित्री के रूप में കാത്യായനി വിഖ്യാത. നാരി വിമർശ്, സ്ത്രീ മുക്തി അല്ലെങ്കിൽ സ്ത്രീപക്ഷത്തിന് വേണ്ടി സംസാരിക്കുകയും അല്ലെങ്കിൽ വിമർശ്, സ്ത്രീകളെ വിമർശിക്കുന്നവർക്ക് എതിരെ പോരാടുന്ന സ്ത്രീവാദിയാണ്, സ്ത്രീപക്ഷവാദിയാണ്. तो इस कवयित्री के रूप में कात्यायनी विख्यात है, അവർ പ്രസിദ്ധയാണ്. 7 भाइयों के बीच चंपा, जादू नहीं कविता, फुटपाथ पर कुर्सी, कविता की जगह आदि उनकी प्रमुख रचന. ഇതൊക്കെ അവരുടെ പ്രമുഖ രചനകൾ. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്താണ് ഇതിലെ മെയിൻ കണ്ടന്റിനെ കുറിച്ചൊന്ന് 2 പോയിന്റ് സംസാരിച്ചിട്ട് ഞാൻ പാഠത്തിലോട്ട് പോകാം. ഒന്ന്, ഈ കവിത നിങ്ങൾക്ക് പഠിക്കാൻ വെച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം നാരീപക്ഷ കവിത का आशय ग्रहण करता है और शैलीगत विशेषताएं पहचानता है. നാരീപക്ഷ കവിത, സ്ത്രീവാദിയായ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്തിലെ കവിതകളുടെ ആശയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ ശൈലികത വിശേഷതകൾ മനസ്സിലാക്കുക. 2, കവിതക്ക് ആസ്വാദനം करके टिप्पणी लिखता. പരീക്ഷയ്ക്ക് തീർച്ചയായും ആസ്വാദന ടിപ്പണി ഉണ്ടാവും. അപ്പോൾ ഏത് ആസ്വാദന ടിപ്പണിക്കും നമുക്ക് ഈ പോയിന്റുകളെല്ലാം ആവശ്യവുമാണ്. ഇനി ഗാന്ധിജിയുടെ ഒരു കൊട്ടേഷൻ കൂടെ വായിച്ചിട്ട് നമുക്ക് പാഠത്തിലോട്ട് പോകാം. സ്ത്രീ പുരുഷക്ക് സാഥിൻ ഹൈ. സ്ത്രീ എന്ന് പറയുന്നവള് പുരുഷന്റെ എന്താണ്? സാഥിൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരിയാണ്, കൂടെയുള്ളവളാണ്, കൂടെ നിൽക്കേണ്ടവളാണ്. പുരുഷക്ക് സമകക്ഷ മാനസിക ക്ഷമത രക്തി ഹൈ. പുരുഷന്റെ മാനസികാവസ്ഥയ്ക്ക് തുല്യത ആണ് സ്ത്രീക്ക് ഉള്ളതെന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. अगर तुम नैतिकता को शक्ति का मापदंड मानते हो तो स्त्री का स्थान पुरुष से भी ऊपर है. നൈതികതയ്ക്കാണ്, നീതിക്കാണ് നിങ്ങൾ മാപ്ദണ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു മെഷർമെന്റ് വെക്കുന്നതെങ്കിൽ തീർച്ചയായും സ്ത്രീ കാ സ്ഥാൻ പുരുഷ സേ ഭി ഊപ്പർ ഹൈ. ഒരു സ്ത്രീയുടെ സ്ഥാനം പുരുഷനെക്കാട്ടിലും മുകളിലാണ്. അഹിംസാ കോ അമർ അഗർ ഹം ജീവൻ കാ നിയം മാനെ तो ഭവിഷ്യ സ്ത്രീയോ കാ. അഹിംസയ്ക്ക് നിങ്ങൾ ജീവിതത്തിന്റെ നിയമമായിട്ട് മനസ്സിലാക്കുന്നു എങ്കിൽ ഇനിയുള്ള ഭാവി സ്ത്രീകളുടെ കയ്യിലാണ്. ഗാന്ധിജിയാണ് പറഞ്ഞത്. കാരണം ഇത്രയും ചെറുത്തും പൊറുത്തും സഹിച്ചും എല്ലാം മുന്നോട്ട് നീങ്ങുന്ന സ്ത്രീയുടെ സഹിഷ്ണുത അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. ലേക്കിൻ സ്ത്രീക്ക് അസലി ജീവൻ കൈസായ. നമുക്ക് സ്ത്രീകളുടെ അസലി ജീവൻ എങ്ങനെയാണെന്ന് നോക്കാം. പഴയ കാത്യായനി की कविता स्त्री का सोचना एकांत है. നമുക്ക് കാത്യായനിയുടെ കവിത നോക്കാം. കവിതയുടെ പേര് സ്ത്രീ കാ സോച്ന ഏകാന്ത് ഹൈ. ഒരു സ്ത്രീക്ക് ചിന്തിക്കാൻ പോലും ഏകാന്തത വേണമെന്നിരിക്കുന്നു. നോക്കാം, ബഹുരസമാണ് കവിത. चाय की एक सांस लेने के लिए स्त्री अपने एकांत को बुलाती है. चाय का एक सांस. चाय എന്ന് പറഞ്ഞാൽ സ്വസ്ഥത, ബേച്ചൈൻ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത, അതിന്റെ ഓപ്പോസിറ്റാണ്.
ചൈനക്ക एक सांस ഒരു ശ്വാസം ആശ്വാസത്തിന്റെ ഒരു ശ്വാസം എടുക്കാൻ വേണ്ടി സ്ത്രീക്ക് अपने एकांत को बुलाती है മറ്റുള്ളവന്റെ മുന്നിൽ വെച്ച് ആശ്വസിക്കാൻ പോലും ഒരു സ്ത്രീക്ക് അർഹതയില്ലേ എന്നാണ് കവി ചോദിക്കുന്നത് एकांत को छूती है स्त्री एकांत को छूती है स्त्री एकांतता छूना माने टच करना स्पर्श करती है तो एकांतता को चाहती है वह सोचने के लिए भी ये एकांतता को चाहती है वह सोचने के लिए भी എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ तो एक चिंताधारा एक स्त्री के मन में लाने के लिए दूसरों के सम्मुख वह डरती है മറ്റുള്ളവന്റെ മുന്നിൽ വെച്ച് രണ്ടാമതൊരുവന്റെയോ മുന്നിൽ വെച്ച് ചിന്തിക്കാൻ പോലും ഒരു സ്ത്രീക്ക് അവകാശമില്ലേ ചോദ്യമാണ് संवाद करती है उससे संवाद करती है संवाद करना माने वाद प्रतिवाद डायलॉग्स तो एक स्त्री एकांतता से संवाद करती है तो सोचने के लिए भी उसे 2 बार सोचना पड़ता है മനസ്സിലായ അർത്ഥം सोचने के लिए भी 2 बार सोचना पड़ता है ഒന്ന് ആലോചിക്കാൻ പോലും 2 പ്രാവശ്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം सोचना एक विकार है तो उसके लिए भी वह डरती है किससे उसके लिए पता नहीं तो देखिए एकांत को छूती है वह एकांत में ही सोचना चाहती है जीती है पीती है उसको चुपचाप एकांतता को वह एकांतता में ही जीती है एकांतता को वह पीती है तो एकांतता उसके लिए सर्वस्व है देखिए ये दुनिया क्यों इस प्रकार बन गई है यहाँ पर भारत में स्वतंत्रता 1947 को मिली है 1947 को मिली है फिर भी एक स्त्री को सोचने के लिए अभी तक स्वतंत्रता नहीं मिली है या एकांतता चाहती है कवित्री का एक विचार है जीती है पीती है उसको चुपचाप या एकांतता को स्पर्श करती है और पैराग्राफ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും देखिए कवित्री कहती है स्त्री का सोचना एकांत है आधुनिक समाज में नारी की विवशता का प्रकट करने वाली एक कविता है नारी को अपने चयन के लिए एकांत को स्वीकार करती है उसके जीवन में सुख बांटना और दुख बांटने के लिए भी एकांतता चाहती है दूसरा कोई भी नहीं सच है ना इन्हें अर्थ पैराग्राफ इतना മനസ്സിലായോ एकांतता में वह संवाद करती है उसके विचार को सुनने के लिए कोई दूसरा नहीं है घर में भी वह अकेला है समाज में भी वह अकेली है वह कुछ नहीं करती अपने एकांत से देखिए कवित्री कहती वह अपने एकांत से कुछ नहीं करती है तो एकांतता चाहती है हम कहते हैं लेकिन एकांत सांस में कुछ भी नहीं करती है कोई भी कोशिश नहीं करती है उसके दुख बांटने की उसके अंदर क्या दुख है कौन सा दुख है उस दुख को दूर करने के लिए कोई भी कोशिश भी नहीं करती है ഞാൻ ഹിന്ദിയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഹിന്ദിയിൽ തന്നെ ആശയം നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണത്തില്ല എന്ന് എനിക്കറിയാം എങ്കിലും നോക്കാം अपनी एकांत से തന്റെ ഏകാന്തതയിൽ ഒന്നും സംസാരിക്കുന്നില്ല कोई भी कोशिश नहीं करती है ആരും അവരെ കൊണ്ട് പരിശ്രമിക്കുന്നില്ല അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ दुख बांटने की बस सोचती है दुख बांटने के लिए दुखम बांटना माने शेयर है दुखम शेयर ചെയ്യാൻ പോലും ആരും തയ്യാറാവില്ല बस सोचती है വീണ്ടും ആലോചിച്ചുകൊണ്ടേയിരിക്കുക और सोचती है एकांत में नतीजे तक पहुंचने से पहले वो सोचती है एकांत में वो फिर भी सोचती है एकांत में വീണ്ടും ആലോചിക്കുക എന്നിട്ടോ നതീജെ തക് പहुंचने से पहले ही ഒരു നതീജ മാനെ തീരുമാനം ഡിസിഷൻ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ खतरनाक घोषित कर दी जाती है उसे तो खतरनाक घोषित कर दी जाती है അപകടകാരിയായിട്ട് അവളെ മുദ്ര കുത്തുന്നു देखिए एक स्त्री का जीवन कितना दर्दपूर्ण है तो कवित्री के माध्यम से हम कह सकते हैं कि इस दूसरे पैराग्राफ में से हम समझ सकते हैं രണ്ടാമത്തെ पैराग्राफിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം तो एक स्त्री एकांत में कुछ भी नहीं करती है और कुछ भी नहीं सोचती है लेकिन ये सबके लिए एकांतता चाहती है और
സ്ത്രീ ഏകാന്തത ആഗ്രഹിക്കുന്നു, ഏകാന്തതയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഏകാന്തത കിട്ടിയാൽ വല്ലതും ആലോചിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ അവളുടെ ഏകാന്തത മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. ദുഃഖ ബാണ്ടിനേക്ക് ദുഃഖം ഷെയർ ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. ബസ് സോച്ചതി ആലോചിച്ചേരിക്കുക. ബസ് സോച്ചതി ഏകാന്തമേ, വീണ്ടും ആലോചിക്കുന്നു ഏകാന്തത. എന്തിന്? നതീജെ തക് പൗഞ്ചനെ സെ പഹലെ, ആ ആലോചനയുടെ അവസാനം എത്തുന്നതിന് മുമ്പ് തന്നെ ഖതർനാക് ഘോഷിത, അവൾ ശരിയല്ല. സമൂഹം മുദ്ര കുത്തുന്നു, ഖതർനാക് ഘോഷിത് കർ ദി ജാതി ഹൈ, അപകടകാരിയായിട്ട് ചിത്രീകരിക്കുന്നു. हे मनुष्य, कितना दुखपूर्ण जीवन है इस स्त्री का आधुनिक समाज में. सारांश नोക്കാം. स्त्री का सोचना एकांत है आधुनिक समाज में नारी की विवशता को प्रकट करने वाली कविता है. ആധുനിക സമൂഹത്തിൽ സ്ത്രീയുടെ കഷ്ടതകളെ, ബുദ്ധിമുട്ടുകളെ പ്രകടമാക്കുന്ന കവിതയാണ് സ്ത്രീ का सोचना एकांत है. नारी अपने चैन के लिए एकांत को स्वीकार करती है. സ്ത്രീ अल्पम स्वस्थता के വേണ്ടിയാണ് ഏകാന്തതയെ സ്വീകരിക്കുന്നത്. उसके जीवन में दुख बांटने के लिए कोई तैयार नहीं होता. അവളുടെ ജീവിതത്തിൽ ദുഃഖം വീതം വെക്കാനായിട്ട് ആരും തയ്യാറല്ല. कुछ नहीं करता, ഒന്നും പറയുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. नारी जीवन सफल होने से पहले ही समाज उसे खतरनाक घोषित करता है. ഒരു സ്ത്രീ ജീവിതം സഫലമാണെന്ന് തെളിയിക്കുന്നതിന് മുമ്പേ തന്നെ സമൂഹം അവളെ അപകടകാരിയായിട്ട് ചിത്രീകരിക്കും. ഇത് സ്ത്രീകൾക്ക് മാത്രം പറ്റിയിട്ടുള്ള ഒരു അപകടം. പുരുഷനെ ഇങ്ങനെ മുദ്ര കുത്തുന്നില്ല, അല്ലെങ്കിൽ പുരുഷന്റെ ആധിപത്യം അല്ലെങ്കിൽ മേൽക്കോയ്മ ഇതിന് അനുവദിക്കത്തില്ല. പക്ഷെ സ്ത്രീ അവൾ എത്രയെല്ലാം കഷ്ടപ്പെട്ട് മുന്നേറി ബുദ്ധിമുട്ടി ടോപ്പിലെത്തിയാലും അവളെ അംഗീകരിക്കാൻ സമൂഹം തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അവളെ അപകടകാരിയായിട്ട് ചിത്രീകരിക്കും. ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒത്തിരി ചിന്തിക്കാനുണ്ട്. ആധുനിക കവിതയാണ് അത്, നമുക്ക് ഒത്തിരി തർക്കിക്കാറുണ്ട്. നമുക്ക് ഓൺലൈൻ ക്ലാസ് തീർക്കാനുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിൽ ഡിബേറ്റ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം വെച്ച് ഹിന്ദിയിൽ സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട ഒരു നല്ലൊരു കവിതയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പക്ഷെ വളരെ പെട്ടെന്ന് തീർക്കേണ്ടി വരും. താങ്ക് യു. ഒന്ന്, कविता के आधार पर निम्नलिखित प्रश्नों के उत्तर लिखिए. നമുക്ക് പരീക്ഷയാണല്ലോ ലക്ഷ്യം. അതിനകത്ത് കവിതയെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്തെല്ലാം. ഒന്ന്, സ്ത്രീ ഏകാന്തതയ്ക്ക് ക്യോ ബുലാത്തി, എന്തുകൊണ്ടാണ് സ്ത്രീ ഏകാന്തതയെ വിളിക്കുന്നത്? ഉത്തരം എവിടെയുണ്ടെന്നറിയാമോ? പേജ് നമ്പർ 43. സ്ത്രീ ചൈൻ की एक सांस लेने के लिए एकांत को बुलाती है. സ്വസ്ഥതയുടെ ഒരു ശ്വാസം നെടുവീർപ്പ് വിടാൻ വേണ്ടിയാണ് ഏകാന്തത ആഗ്രഹിക്കുന്നത്. രണ്ട്, സ്ത്രീ കിസ്സേ സംവാദ് करती है. സ്ത്രീ ആരുമായിട്ട് ആശയം സംവദിക്കുന്നത്? സ്ത്രീ ഏകാന്തസേ സംവാദ് करती है. വീണ്ടും ഏകാന്തതയുമായിട്ടാണ് സംസാരിക്കുന്നത്. മൂന്ന്, സ്ത്രീ കബ് ഖതർനാക് ഘോഷിത് കർ ദി ജാതി, എപ്പോഴാണ് ഒരു സ്ത്രീ അപകടകാരിയായിട്ട് ചിത്രീകരിക്കുന്നത്? എന്തെങ്കിലും നേട്ടത്തിലെത്തിയാലല്ലേ. നോക്കൂ, സ്ത്രീ के जीवन नतीजे तक पहुंचने से पहले खतरनाक घोषित कर दी जाती. ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ മോഡലൊന്നും പറയുന്നില്ല ഇവിടെ. സ്ത്രീയുടെ ജീവിതം ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ സഫലമാണെന്ന് എത്തുന്നതിന് മുമ്പ് തന്നെ ഖതർനാക്ക് എന്ന് പറയപ്പെടും, അപകടകാരി എന്ന് പറയപ്പെടും. ഇനി സ്ത്രീ ഏകാന്തസേ സംവാദ് करती है. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ ഏകാന്തയുമായിട്ട് സംസാരിക്കുന്നത്? നോക്കാം. സ്ത്രീ ചൈൻ की एक सांस के लिए एकांत को बुलाती है. വീണ്ടും ഒരേ പോയിന്റ് ആവർത്തിക്കുകയാണ്. സ്ത്രീ, പേജ് നമ്പർ 43 ഉത്തരവാണ്, നിങ്ങൾ നോട്ട്സിൽ എഴുതിക്കോണം. സ്ത്രീ സ്വസ്ഥതയുടെ ഒരു നെടുവീർപ്പ് അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ കണിക വിടാൻ വേണ്ടിയാണ് ഏകാന്തതയെ വിളിക്കുന്നത്. अपने जीवन में दूसरा कोई सहारा न होने के कारण एकांत को स्वीकार करती. തന്റെ ജീവിതത്തിൽ മറ്റൊരു സഹായം വേണ്ടാത്തത് കൊണ്ടാണ് ഈ ഏകാന്തതയെ സ്വീകരിക്കുന്നത്. और क्षण भर के चैन के लिए एकांत से संवाद करती है. ഒരു നിമിഷ നേരത്തെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് ഏകാന്തതയുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇനി രണ്ടാമത്തെ, സ്ത്രീക്ക് ഖതർനാക് ക്യോ ഘോഷിത് കർ ദി ജാതി ഹൈ. ഇതാണ് കഷ്ടം. എന്തുകൊണ്ടാണ് സ്ത്രീയെ ഖതർനാക് എന്ന് ചിത്രീകരിക്കുന്നത്? എന്താ? ജീവൻ में दूसरा कोई सहारा न होने के कारण एकांत को स्वीकार करती. ജീവിതത്തിൽ മറ്റൊരു ആശ്രയം ഇല്ലാത്തതുകൊണ്ടാണ് സ്ത്രീ ഏകാന്തതയെ സ്വീകരിക്കുന്നത്. उसको चुपचाप अपना जीवन बिताना पड़ता है. ഒന്നും ആരോടും മിണ്ടാതെ ഉരിയാടാതെ തന്റെ ജീവിതം നിലനിർത്തേണ്ടി വരും. ജന്മ से मृत्यु तक नारी जीवन कष्टताओं से गुजरता है. ജന്മം മുതൽ, ജനിച്ചത് മുതൽ, ജനിക്കുമ്പോൾ തന്നെ ഓ പെണ്ണാണോ എന്ന് ചോദിക്കും. ആണാ? അപ്പൊ ഈ ചോദ്യം തന്നെ ഒരു പെണ്ണിനോ, ഇപ്പോഴത്തെ കാലം മാറി കേട്ടോ. ഞാൻ പണ്ടത്തെ ഒരു ആൾക്കാരുടെ, നാട്ടിൻ പുറത്തിലെ ആൾക്കാരുടെ ഒരു ശൈലിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അത് ഒത്തിരി മാറ്റം വരുത്തി, എന്നാലും ഉണ്ട്, പലയിടങ്ങളിലും ഉണ്ട്.
ഒരു പെൺകുട്ടി പറഞ്ഞ് രണ്ടാമത് പെൺകുട്ടി പറഞ്ഞാലും ചിലപ്പോൾ ഈ ചോദ്യം വന്നെന്നിരിക്കാം. അപ്പം ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നാരി ജീവൻ കഷ്ടതാവും സെ ഗുസർത്ത, ഒരു സ്ത്രീ ജീവിതം കഷ്ടതകൾ നിറഞ്ഞതാണ്. കബീബി ഉസ്കോ ചൈൻ നഹി, ഒരിക്കൽ പോലും സ്വസ്ഥത കിട്ടുന്നില്ല ഒരു സ്ത്രീക്ക്. ആഖിർ ഉസ്കെ ചുപ്ചാപ് സോച്ചത്തെ ഹോനെ പർ രഹനെ കോ ഭി, പിന്നീട് ഒന്ന് ചുപ്ചാപ് സോച്ചത്തെ രഹനെ പർ, ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരുഷ ദ്വാര ഖത്തർനാക് ഘോഷിത് കർ ദിയാ ജാ, ഒന്നും മിണ്ടാതിരുന്നാൽ പോലും പുരുഷൻ കയറി അറ്റാക്ക് ചെയ്ത് എന്ത് പറയുന്നു, ഖത്തർനാക് ഘോഷിത് കർ ദിയാ ജാ, അപകടകാരിയായിട്ട് ചിത്രീകരിക്കുന്നു. കവിതയുടെ ആശയം മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു, കവിത വിശ്ലേഷണം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. കവിതയുടെ ഭാവാത്മകമായ വിശേഷതകൾ കവിതാക്കി ആസ്വാദൻ ടിപ്പണി തീർച്ചയായും എഴുതണം. എൻ്റെ ഈ ക്ലാസ് വീണ്ടും 2-3 പ്രാവശ്യം കേൾക്കുകയും 2-3 പ്രാവശ്യം ഈ കവിതയെ വായിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ കവിത പരീക്ഷയ്ക്ക് നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. തീർച്ചയായും ഇതിൻ്റെ അർത്ഥങ്ങൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ആശയം മാത്രമേ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ. തീർച്ചയായും स्त्री का सोचना एकांत है नामक एक कविता एक अच्छी कविता है, एक सुंदर कविता है. आधुनिक समाज की स्त्री की सभी समस्याओं को इसमें कवयित्री ने समाहित किया है. ധന്യവാദം. എല്ലാവർക്കും ഈ വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻസ് ഇടുക. അതിനകത്ത് കമൻസ് ഞാൻ കാണുന്നുണ്ട്. അതിനനുസരിച്ചുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ ഞാനുണ്ടാകും. ഇനി നോട്ട്സ് എന്ന് പറയുന്നത് ആസ്വാദിപ്പണി ഇത് തന്നെയാണ്. നോട്ട്സൊക്കെ നിങ്ങളുടെ ഈ പാഠത്തിൽ തന്നെ ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് നോട്ട്സ് തരേണ്ട കാര്യമില്ല. നിങ്ങൾ എഴുതിയാൽ മാത്രം മതിയാവും. അത് തന്നെയാണ് നോട്ട്സ്. തീർച്ചയായിട്ടും കമൻസ് ഇടുക. ധന്യവാദം.